യെസ്, അങ്ങനെ കായിക വാർത്തയിലേക്ക് പോകുമ്പോൾ ഇന്ന് പ്രേക്ഷകരെ കായികമായി നേരിടാൻ എത്തിയത് മഹേഷ് പോരൂരല്ല കേട്ടോ. ഇന്ന് അമൃത പടിക്കാലാണ് പ്രേക്ഷകരെ കായികമായി കൈകാര്യം ചെയ്യുന്നത്. അമൃത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേഫു. അമൃത, ഇന്നലെ വനിതകളുടെ ലോകകപ്പിൽ ഇന്ത്യൻ വനിതകൾ നിരാശപ്പെടുത്തി. ആ നിരാശക്കപ്പുറത്തേക്ക് പ്രതീക്ഷയും സന്തോഷം നൽകുന്ന എന്തെങ്കിലും വാർത്തകൾ കായിക മേഖലയിൽ നിന്നുണ്ടായി? ഏറ്റവും പ്രധാനമായ നിരാശ തന്നെയാണ് സേഫു. തുടർച്ചയായ വീണ്ടും ഒരു പരാജയത്തിലേക്കാണ് ഇന്ത്യൻ താരങ്ങൾ കടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർ-20 വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ ലൈനപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വാർത്തയാണ്. ഒപ്പം തന്നെ ഏഷ്യ കപ്പിലെ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ വെല്ലുവിളികളൊക്കെ തുടരുകയാണ്. വീണ്ടും പാകിസ്ഥാൻ പേസർ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട്, നമ്മുടെ അഭിഷേക് ശർമ്മയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ ചിലത് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്, വിശദമായി നോക്കാം. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് തുടർച്ചയായ രണ്ടാം തോൽവി. കരുത്തരായ ഓസ്ട്രേലിയയോട് 3 വിക്കറ്റിനാണ് തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 330 എന്ന കൂറ്റൻ സ്കോർ ഉയർത്തിയെങ്കിലും ഒരു ഓവർ ബാക്കി നിൽക്കെ ഓസ്ട്രേലിയ ലക്ഷ്യം മറികടന്നു. ഓസീസ് ക്യാപ്റ്റൻ അലീസ ഹീലി 142 റൺസ് എടുത്തു. 107 പന്തിൽ 21 ബൗണ്ടറികളും 3 സിക്സറുകളും ഉൾപ്പെടുന്നതായിരുന്നു ഹീലിയുടെ ഇന്നിംഗ്സ്. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ സ്മൃതി മന്ദാനയും പ്രതീക റവാളും 155 റൺസ് ചേർത്തിരുന്നു. 4 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ് എന്നിവർക്കെതിരെയാണ് ഇനിയുള്ള ശേഷിക്കുന്ന മത്സരങ്ങൾ. ഏഷ്യാകപ്പിൽ പരാജയപ്പെട്ടിട്ടും വെല്ലുവിളി തുടരുകയാണ് പാകിസ്ഥാൻ താരങ്ങൾ. ഏഷ്യാകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയെ അതിവേഗം പുറത്താക്കാൻ സാധിക്കുമെന്നാണ് പാക് പേസർ ഇസ്ഹാനുള്ളയുടെ വെല്ലുവിളി. അഭിഷേക് ശർമ്മയെ പുറത്താക്കാൻ തനിക്ക് 6 പന്തുകൾ പോലും വേണ്ട എന്നായിരുന്നു വീരവാദം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്കെതിരെ തന്നെ കളിപ്പിക്കുകയാണെങ്കിൽ അഭിഷേകിനെ 3 മുതൽ 6 പന്തുകൾക്കുള്ളിൽ എറിഞ്ഞു പുറത്താക്കും എന്നാണ് ഇസ്ഹാനുള്ള പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വെല്ലുവിളിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായിട്ടുണ്ട്. അത് വൈറലായതോടെ വ്യാപകമായ പരിഹാസവും താരത്തിന് നേരെ ഉയരുന്നുണ്ട്. അണ്ടർ-20 ലോകകപ്പ് സെമി ലൈനപ്പായി. അർജന്റീന കൊളംബിയയെ നേരിടുമ്പോൾ ഫ്രാൻസിന് മൊറോക്കോയാണ് എതിരാളി. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ മൊറോക്കോ അമേരിക്കയെ തകർത്തു. 1-3 ഗോളിനായിരുന്നു മൊറോക്കോയുടെ ജയം. മറ്റൊരു മത്സരത്തിൽ നോർവയെ 1-2 ഗോളിന് പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനൽ കടന്നിട്ടുണ്ട്. സൈമൺ ബൗബ്രയുടെ ഇരട്ട ഗോളുകളാണ് ഫ്രാൻസിന് വിജയം സമ്മാനിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഇനി സൂപ്പർ ലീഗ് വാർത്തകൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ മലപ്പുറം FC കണ്ണൂർ വാരിയേഴ്സ് മത്സരം ഗോൾ രഹിത സമനിലയിൽ. ഇരു ടീമുകളും നിരവധി ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്താനായില്ല. കണ്ണൂരിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞിട്ട മലപ്പുറത്തിന്റെ ഗോൾ കീപ്പർ മുഹമ്മദ് അസറാണ് കളിയിലെ താരം. ഇന്നലെ നടന്ന മലപ്പുറം കണ്ണൂർ മത്സരത്തിൽ കണ്ണൂരിന്റെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കിയത് മലപ്പുറത്തിന്റെ ഗോൾ കീപ്പർ മുഹമ്മദ് അസർ ആയിരുന്നു. ഗോളെന്നുറച്ച നിരവധി അവസരങ്ങളാണ് അസർ തട്ടിയകറ്റിയത്. മുഹമ്മദ് അസറിന്റെ മിന്നൽ പ്രകടനത്തിന് പിന്നാലെ പ്ലെയർ ഓഫ് ദ മാച്ചും അദ്ദേഹത്തെ തേടിയെത്തി. അസർ മീഡിയ വണ്ണുമായി സംസാരിക്കുകയാണ്. സൂപ്പർ ലീഗ് കേരള മലബാർ ഡെർബി കണ്ണൂർ വേഴ്സസ് മലപ്പുറം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. പക്ഷേ ആ മത്സരത്തിൽ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. അതിലേറ്റവും പ്രധാനം മലപ്പുറത്തിന്റെ കോട്ട, മലപ്പുറത്തിന്റെ ഗോൾ കീപ്പർ മുഹമ്മദ് അസറാണ്. അസർ, എന്തായാലും നമ്മൾ ഗ്യാലറിയിൽ നിന്നിട്ട് ഇത് ഗോളാണല്ലോ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോഴാണ് അസർ വന്ന് പന്ത് തട്ടിയകറ്റുന്നത്. മാജിക്കായിരുന്നു. അല്ലല്ല, അത് നമ്മൾ ട്രെയിനിങ്ങിലെല്ലാം ആടായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് അവിടെ എത്രമാത്രം ചെയ്യുന്നുണ്ടോ അത് നമുക്ക് ഗെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ടഫായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ബിസി ആയിരുന്നു അത്. അതെ, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, നല്ല ഗെയിം കളിച്ചു. ഫിനിഷിംഗ് തേർഡിൽ ഒരുപാട് ചാൻസ് കിട്ടിയില്ല എന്നുള്ളതായി. പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇതേപോലെ മൂവ് ചെയ്യും. ഈ വലത് മൂലയിൽ നിന്ന് എബിൻ ദാസിന്റെ ക്രോസ് ഇങ്ങനെ നിരന്തരം വരുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവരുടെ കണ്ണൂരിന്റെ അറ്റാക്കും ഉണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും ഇല്ലാത്തൊരു പരീക്ഷണം ഈ കുറി വന്നു എന്ന് തോന്നുന്നു. അതെ, ഫസ്റ്റ് ഹാഫിൽ 2-3 ക്രോസ് ആ പ്ലെയറെ സ്ട്രൈക്കറെ ടാർഗറ്റ് ചെയ്തിട്ട് വന്ന് അത് സക്സസ് ആയിട്ട് പോയി കളക്ട് ചെയ്യാൻ പറ്റി ക്രോസ് ബോൾ. പിന്നെ സെക്കൻഡ് ഹാഫിലും കുറച്ച് അറ്റാക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ലാസ്റ്റായിട്ട് കുറച്ചധികം വന്നു. ഷിജിനാണ് വലതു മൂലയിൽ നിന്ന്. ഷിജിൻ സെൻട്രലിൽ നിന്ന് എബിൻ ഷിജിന് കൊടുക്കുന്നു. ഷിജിൻ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. വളരെ ടഫായിരുന്നു. മാത്രമല്ല ഇന്ന് ഡിഫൻസിൽ കുറെ കൂടി സ്ട്രോങ് ആക്കി. ക്യാപ്റ്റനെ കുറെ കൂടി പുറകോട്ട് കൊണ്ടുവന്ന് ഒന്ന് മുന്നിൽ നിർത്തിയല്ലോ. എനിക്ക് മാത്രമല്ല ക്രെഡിറ്റ്, നമ്മുടെ ബാക്ക് ലൈന് ഐത്തർ, ഹക്കു,
ജിതിൻ, നിതിൻ അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത്, അതേപോലെ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. നല്ല ഗെയിം കളിച്ച്. സമനിലയിൽ തൃപ്തനാണോ? അല്ല, ആയിരിക്കില്ല. തൃപ്തനാണ്, പക്ഷേ തോറ്റില്ലല്ലോ. 1 പോയിന്റ് ആയല്ലോ, 1 പോയിന്റ് കിട്ടിയില്ലേ ഹോമിൽ. അൽഹംദുലില്ലാഹ് ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് കേരള പോലീസ് എന്നുള്ള ഇത്തവണ വന്നപ്പോൾ സംസാരിക്കണം എന്ന് കരുതിയിരുന്നു. കുറച്ച് റിലീവൊക്കെ കിട്ടി, നിങ്ങൾക്ക് കുറെ ആളുകൾക്ക് വളരെ ആശ്വാസമുണ്ട്. വലിയൊരു ലീഗ് കൂടിയാണ്. അതെ, ആദ്യമായിട്ട് ദൈവത്തിനോട് അതിനാണ് നന്ദി പറയുന്നത്. കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കളിക്കാൻ പറ്റിയ, സ്വന്തം നാട്ടിൽ ഗാലറിയിൽ നിന്ന് കളി കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാവശ്യം ഇത്രയും വലിയൊരു ഗാലറി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് നല്ല ഉണ്ട്. സാറിന് ഗോൾ കീപ്പിംഗിൽ ആരെങ്കിലും റോൾ മോഡൽ ആയിട്ടുണ്ടോ? ഇല്ല, മാനുവൽ ന്യൂറാണ് എൻ്റെ ഫേവറേറ്റ് വാച്ച്. പിന്നെ കീപ്പർ കോച്ച് നല്ല ഉഷാറ്, നല്ല കോച്ചാണ്, നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓൺ ദ ഫീൽഡ് ആണെങ്കിലും ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. മലപ്പുറത്തിന്റെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ, കപ്പ് ഞങ്ങൾ ഇവിടെ തന്നെ നിർത്തും എന്നാണ്. നമ്മൾ കളിയല്ലേ, പന്ത് കളിയല്ലേ, അപ്പോൾ നമ്മളെ 100% ഇടും. അപ്പോൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. അൾട്രാസാണ് നമ്മളെ പവർ, 12th മാൻ. ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫുൾ എഫേർട്ട് ഇടും. ഓക്കെ സാർ, എന്തായാലും ഗംഭീരമായിരുന്നു, വളരെ രസമായിരുന്നു കേട്ടോ. സേവ് ഒക്കെ കാണാൻ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചു കേട്ടോ. എന്തായാലും ഗംഭീരമാവട്ടെ, സീസൺ അതിഗംഭീരമായി മുന്നോട്ട് പോട്ടെ, ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ. അസറാണ് നമുക്കൊപ്പം സംസാരിച്ചത്. അസർ പറയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ വന്നു, പക്ഷേ അതെല്ലാം തടഞ്ഞിടാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂർ, മീഡിയ 1.